CR നീലകണ്ഠൻ, ഈ പരിസ്ഥിതിവാദവുമായി ബന്ധപ്പെട്ടാണ് ഈ മണൽവാരനെ എപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ ഈ മണൽ വാരൽ എങ്ങനെയാണ്, എന്തിനാണ് നിരോധിച്ചത്, അല്ലെങ്കിൽ മണൽ വാരലിനെ കുറിച്ചുള്ള ഈ കൂടുതൽ അറിവുകൾ അതൊന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഇപ്പൊ ഫ്ലഡ് എന്തുകൊണ്ടുണ്ടായി എന്നാണല്ലോ. യഥാർത്ഥത്തിൽ ഫ്ലഡിന്റെ ഏറ്റവും പ്രധാന കാരണം നമ്മള് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ എന്നൊരു സംഗതി 2018 പ്രളയത്തിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അനാലിസിസ് റിപ്പോർട്ട് ഉണ്ട്. കേരള ഗവൺമെന്റ് പുറത്തുവിട്ട, UN ഒക്കെ. ഞാനിപ്പോ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു സിംഗിൾ പോയിന്റ് എന്നോട് പറയാൻ പറഞ്ഞാൽ, കേരളത്തിന്റെ ലാൻഡ് യൂട്ടിലൈസേഷൻ ആണ് കേരളത്തിന് ഡിസാസ്റ്ററിലേക്ക് നയിച്ചത്. യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞുകൂടാ, മിസ് യൂട്ടിലൈസേഷൻ. അത് പശ്ചിമഘട്ടമായാലും ഇടനാടായാലും തീരപ്രദേശമായി, ഇതൊക്കെ വളരെ വലിയ ദൂരെയുള്ള സ്ഥലങ്ങളല്ല. പശ്ചിമഘട്ടം, ഇടനാട്, തീരപ്രദേശം എന്ന് പറയുന്നത് വളരെ അടുത്ത സ്ഥലങ്ങളാണ്, വലിയ സ്ലോപ്പുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ പശ്ചിമഘട്ടം മുതൽ ഇടനാടും തീരപ്രദേശത്തെയും ലാൻഡ് യൂട്ടിലൈസേഷൻ പാറ്റേൺ, നമുക്ക് മണൽ വാരൽ എന്ന് പറയുന്നത് മണൽ മാത്രമല്ലല്ലോ പുഴയിലുള്ളത്. ആളുകൾ എന്താ ഈ മണലിന് മാത്രം ഇത്ര, അതിനൊരു വ്യാപാര താല്പര്യവും. മണൽ മാത്രമല്ല, അപ്പൊ നേരത്തെ കുര്യൻ സാറ് പറഞ്ഞതുപോലെ അതിൽ ചളിയുണ്ട്, മണ്ണുണ്ട്, അതിൽ പ്ലാസ്റ്റിക് ഉണ്ട്, മാലിന്യങ്ങളുണ്ട്, മരങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം മാറ്റണം. ഡീസിലിറ്റി ചെയ്യണം എന്ന കാര്യത്തിൽ എവിടെ ഡീസിലിറ്റി ചെയ്യണം, എപ്പോ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ചോദ്യമേ ഉള്ളൂ. ഇപ്പൊ മണൽ വാരണ്ട നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, ഒരു പരിസ്ഥിതി പ്രവർത്തകനും മണൽ വാരണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ എപ്പോഴാണ് നമ്മൾ മണൽ വാരണ്ടെന്ന് പറഞ്ഞത്? നേരത്തെ കുര്യൻ സാർ ഒരു സാഹചര്യം സൂചിപ്പിച്ചു. നമ്മൾ എന്താ പറയുക, അനന്തമായി മണൽ വാരി വലിയ കെട്ടിട നിർമ്മാണത്തിലേക്ക് പോയപ്പോൾ കേരളത്തിലെ എല്ലാ പുഴകളുടെയും, ഭാരതപ്പുഴയും പമ്പയും മണിമലയും പെരിയാറും, അല്ലെങ്കിൽ കേരളത്തിലെ ഏതൊക്കെ പുഴയുണ്ട്, അച്ചൻകോവിലും, എല്ലാം മണൽ വാരി വലിയ കുഴികൾ അവിടെയായി. ഇപ്പൊ നമ്മുടെ കുട്ടികൾ വെള്ളത്തിൽ പോയി മരിക്കുന്ന സ്ഥിരമായി നമ്മൾ കേൾക്കാറുണ്ട്. എവിടെയാണ് അവർ കൂടുതൽ മരിക്കുന്നതെന്നറിയും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. മണൽ കുഴികളിൽ ചുഴികൾ ഉണ്ടായി, അതിൽ പെട്ടാൽ അവർ മരിച്ചു പോകും. കാരണം അവർക്ക് രക്ഷപ്പെടാൻ കഴിയും. ചെളിയാണ്, പുഴയിൽ ചെളിയായി. അപ്പോ ഒന്നാമത്തെ ചോദ്യം, പുഴയിൽ എന്തിനാണ് മണൽ? നമുക്ക് കെട്ടിടം പണിയാൻ മാത്രമാണോ മണൽ? അല്ലല്ലോ. പുഴയുടെ മജ്ജയാണ് മണൽ. പുഴയിൽ ലെവലായി മണൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒഴുകി വരുന്ന വെള്ളത്തെ സ്വാഭാവിക തടയണയായി അത് താഴേക്ക് ഗ്രൗണ്ട് വാട്ടറിലേക്കും ചുറ്റുമുള്ള കുളങ്ങളിലേക്കും കിണറുകളിലേക്കും തോടുകളിലേക്കും അത് ഉറവയായി വരികയുള്ളൂ. മണലില്ലെങ്കിൽ അത് ചെളി ആയിട്ട് പോകും, ആ വെള്ളം മലിനമാകും. രണ്ടാമത്തെ കാര്യം, മണൽ നമുക്ക് എടുക്കാം, കൂടുതൽ മണലിനെങ്കിൽ എടുക്കാം. പക്ഷെ അതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ മണൽ മാത്രമല്ലല്ലോ. എങ്ങനെയാണ് ഇത്രയധികം മണ്ണ് നമ്മുടെ ഇതിൽ വന്നത്? പശ്ചിമഘട്ടം മുതൽ ഇടിഞ്ഞു പോരുകയാണ്. ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായാൽ, നമ്മുടെ ഇപ്പൊ ഏറ്റവും വലിയ വെള്ളപ്പൊക്കം വരുന്നപ്പോഴാ ഉരുൾപൊട്ടല്ല. ഉരുൾപൊട്ടുമ്പോൾ വെള്ളം മാത്രമല്ല, വെള്ളവും മണ്ണും പാറയും അതിൽ ശേഖരിച്ചിരിക്കുന്ന വെള്ളവും അത് അടക്കം ഇങ്ങ് താഴേക്ക് വരും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഇവിടുത്തെ ഇതിന്റെ വാട്ടർ ഫ്ലോ വന്നു. മൂന്നാമത്തെ കാര്യം, നമ്മുടെ നദികൾ മാത്രമല്ല ഇതിന് കാരണം. അത് വരട്ടെ. നമ്മുടെ നദികളെ നമ്മൾ വെള്ളം ഒഴുകുന്ന തോടായിട്ടാണ് സങ്കല്പിച്ചിട്ടുള്ളത്. ഒരു എഞ്ചിനീയർ എന്ന നിലയ്ക്ക് തോട് മാത്രം. പക്ഷേ യഥാർത്ഥത്തിൽ നദി തോടല്ല. നദി എന്ന് പറയുന്നത് ഫ്ലഡ് പ്ലെയിൻ ആണ്, റിവർ ബെഡ് ആണ്. അതും ഈ നേരത്തെ പറഞ്ഞാൽ പശ്ചിമഘട്ടം മുതൽ അറബിക്കടൽ വരെയുള്ള ഒരു സ്വതന്ത്ര ധാരയാണ്. അതിൽ ഈ നമ്മൾ ഈ കാണുന്ന വേനൽക്കാലത്ത് ഒഴുകുന്ന ചെറിയൊരു ഇത് മാത്രമല്ല പുഴയ്ക്ക് ഫ്ലഡ് പ്ലെയിൻ ഉണ്ട്. ഫ്ലഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ പുഴയുടെ ഡെഫിനേഷൻ വിടുന്നതാണ്. ഇപ്പൊ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നെടുമ്പാശ്ശേരി വിമാനത്താവളം 3 പ്രാവശ്യം കഴിഞ്ഞ 10 വർഷത്തിനകത്ത് മുങ്ങി. എങ്ങനെയാ മുങ്ങിയത്? നെടുമ്പാശ്ശേരി പെരിയാർ എന്ന് വളരെ ദൂരെയുള്ള ഒരു 6 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലം. എങ്ങനെയാ മുങ്ങിയത്? കാരണം പെരിയാറിൽ വെള്ളം കൂടിയാൽ ആ വെള്ളം പരക്കാനുള്ള സ്ഥലം വേണ്ടത് പാടങ്ങളാണ്, തണ്ണീർത്തടങ്ങളാണ്, കുളങ്ങളാണ്, തോടുകളാണ്, മറ്റു സംഗതികളാണ്. ഇപ്പൊ എന്ത് സംഭവിച്ചു? നമ്മൾ പാടം നികത്തി വിമാനത്താവളം ഉണ്ടാക്കി, വീട് വെച്ചു, സംഗതി വെച്ചു. ഈ വെള്ളത്തിന് നിരക്കാൻ പറ്റില്ല. അപ്പൊ ഈ വെള്ളം എവിടേക്ക് പോകും? വീട്ടിലേക്ക് കയറും. റൂം ഫോർ റിവർ എന്ന് നമ്മൾ പറഞ്ഞത്, ഓരോ റൂമിൽ റിവർ എത്തുന്ന പോലെയുള്ള പരിഷ്കാരമായി നമുക്ക് എല്ലാ റൂമിലും എത്തി. നാലാമത്തെ കാര്യം, അവിടെയാണ് ഈ നെൽവയൽ തണ്ണീർത്തട നിയമം എങ്ങനെയാണ് നമ്മൾ പരിപാലിച്ചത്, എത്രത്തോളം നമ്മൾ വികൃതമാക്കി, എവിടെയൊക്കെ പൊങ്ങി, നമ്മുടെ കെട്ടിട നിർമ്മാണ രീതികൾ എങ്ങനെ, അത് അടക്കം. നേരത്തെ കുര്യൻ സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിത ശൈലി എങ്ങനെയാണ്. ഇത്രയധികം മതിലുകൾ നമുക്ക് വേണോ? ഇത്രയധികം വലിയ കെട്ടിടങ്ങൾ നമുക്ക് വേണോ? പകുതി കെട്ടിടങ്ങൾ, കൊച്ചിയിലൊക്കെ ആണെങ്കിൽ പകുതിയിൽ കൂടുതൽ കെട്ടിടങ്ങൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആയി പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ഉപയോഗിച്ചു.
മറ്റൊരു കാര്യം, ഇപ്പോ ഡാമിലെ സ്ലിറ്റിനെ കുറിച്ച് പറഞ്ഞു, എനിക്ക് ചിരി വരും. ഡാം സ്ലിറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. പുഴയിൽ ചിലപ്പോൾ സ്ലിറ്റ് ചെയ്യാം, അതിനേക്കാൾ എളുപ്പം കായൽ സ്പ്ലിറ്റ് ചെയ്ത്. ഇപ്പോ ഇദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്, പത്മകുമാർ സാർ. കുട്ടനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താ? കുട്ടനാടിന്റെ കായലിന്റെ, കുട്ടനാടിന്റെ ആയാലും വെമ്പനാടിന്റെ ആയാലും അഷ്ടമുടിയുടെ ആയാലും വെള്ളം ഉൾക്കൊള്ളാനുള്ള ശേഷി 1/3 അതിൽ കുറവായിട്ടുണ്ട്. പത്മകുമാർ സാറിന് എന്നെ കറക്റ്റ് ചെയ്യാം, അദ്ദേഹം ഇതിലെ വിദഗ്ധനാണ്. വളരെ കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിസ്തൃതി കുറഞ്ഞു, അതിന്റെ എന്താ പറയാ ആഴം കുറഞ്ഞു. ചില സ്ഥലത്തൊക്കെ 10 മീറ്റർ ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ 1 മീറ്റർ ഒക്കെ ഉള്ളു. ഇപ്പൊ ബോട്ടൊന്നും പോകാൻ പറ്റില്ല പല സ്ഥലങ്ങൾ. വെമ്പനാട്ട് കായലിലും ഇല്ല, കുട്ടനാട്ടിലും ഇല്ല, പല സ്ഥലത്തും ഇല്ല. എങ്ങനെയാണ് ഈ ആഴം കുറഞ്ഞത്? ഈ പറഞ്ഞ പോലെ മണ്ണ് മലയിൽ നിന്നും മുകളിൽ നിന്നും മണ്ണ് വന്ന് 4 നദി വരുന്ന കുട്ടനാട്ടിൽ വന്നടിഞ്ഞു. അതേപോലെ പെരിയാറിലൂടെയൊക്കെ വരുന്ന, മൂവാറ്റുപുഴയാറിലൂടെയൊക്കെ കുറേശ്ശെ വരുന്ന, പല രീതിയിൽ വരുന്ന വെള്ളം നമ്മുടെ കായൽ, എന്താ പറയുക, വെമ്പനാട്ട് കായലിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലും വന്നടിക്കും. അപ്പോ ഇപ്പോ കൊച്ചിയിൽ ആദ്യത്തെ മഴയ്ക്ക് കൊച്ചിയിൽ മുങ്ങുന്നത് എന്തുകൊണ്ടാണ്? കൊച്ചിയിൽ നിന്ന് വെള്ളം പോകണമെങ്കിൽ കായലിലേക്ക് പോകണം. കായലിലേക്ക് പോകാൻ കഴിയില്ല. കായലിലേക്ക് പോകാൻ കഴിയാത്തത് അവിടെ കായലിൽ നിരപ്പ് കൂടുകയാണ്. അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്ലിറ്റ് ചെയ്തുകൂടാ, കായൽ സ്ലിറ്റ് ചെയ്തുകൂടാ? എന്തുകൊണ്ട്? ഞാൻ ഇന്ന് ഒരു MLA-യുമായി 1 മണിക്കൂർ ചർച്ച ചെയ്ത കാര്യം, നമ്മുടെ കൊച്ചി കായൽ സ്ലിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കൊച്ചിയിലെ ഫ്ലഡ് ഒഴിവാക്കാൻ കഴിയൂ. കേവലം നിങ്ങളുടെ കുറെ കൾവർട്ടുകൾ മാറ്റിയിട്ട് കാര്യം മാത്രമല്ല. 5ാമത്തെ വിഷയം, നമ്മൾ പണിതിട്ടുള്ള കാനകൾ ഒന്നും തന്നെ ശരിയായി ഡ്രെയിനേജ് ഹൈഡ്രോളജി പഠിച്ചിട്ടുള്ള കാനകളല്ല. എന്റെ വാർഡിൽ ഒരു കാന വേണം, അത് എങ്ങോട്ട് വേണം, എങ്ങോട്ട് ചാച്ചിൽ വേണം തീരുമാനിക്കുന്നത് തോന്നിയ വയ്യ. പക്ഷെ അപ്പൊ ഒരു കാന വന്ന് മുട്ടുമ്പോ മറ്റേ കാന അതിനേക്കാൾ പൊക്കത്തില്ല, വെള്ളം പോകില്ല. കാരണം ഇത് ഒരു വാർഡ് തിരിച്ച് വെള്ളത്തിന് അങ്ങനെ വാർഡില്ല, നിയോജക മണ്ഡലമില്ല, പഞ്ചായത്തില്ല, പാർട്ടിയില്ല, ഒന്നുമില്ല. വെള്ളം കീഴ്പോട്ടേ ഒഴുകൂ. അപ്പൊ ഹൈഡ്രോളജിക്കൽ ഒരു സ്റ്റഡി നമ്മൾ നടന്നിട്ടില്ല. അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ടുള്ള 2018 ശേഷം കേരളത്തിന്റെ ഫ്ലഡ് മാപ്പിംഗ് ചെയ്യണം. ഫ്ലഡ് മാപ്പിംഗ് മാത്രം ചെയ്താൽ പോരാ, ഇന്ന് നമുക്ക് GPS ഉണ്ട്. നിങ്ങൾ ഡാം തുറക്കുകയാണെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇത്ര സെന്റിമീറ്റർ മഴ പെയ്താൽ ഇന്ന സ്ഥലത്ത് ഇത്ര മണിക്ക് ഇത്ര വെള്ളം പൊങ്ങും എന്ന് പറയാനുള്ള സംവിധാനം ഇന്ന് AI ഉപയോഗിച്ച് നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ സംവിധാനവും ഫ്ലഡ് മാപ്പിംഗും നമ്മുടെ ടോപ്പോളജി അനുസരിച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും, ഇത്ര മഴ പെയ്താൽ റാന്നിയിൽ ഇത്ര വെള്ളം പൊങ്ങും, തിരുവല്ലയിൽ ഇത്ര വെള്ളം പൊങ്ങും, ഇത്ര പൊങ്ങും. അങ്ങനെയാണെങ്കിൽ എന്താ ഗുണം? ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് തിരിച്ചു വരാം.